തോന്നിയാസം പറയാം ഇനി അതിന് ഡീലൊന്നും അല്ല ഈ പേര് പറയാം. യഥാർത്ഥ തോന്നിയാസമാണ്, ശുദ്ധ അസംബന്ധം പ്രഖ്യാപിക്കുക. ഞങ്ങൾക്ക് SDPI ആയാലും അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ആയാലും RSS ആയാലും BJP ആയാലും ആര് എന്നുള്ളതല്ല ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. കൃത്യമായ നിലപാട് ഞങ്ങൾ വർഗീയതക്കെതിരായിട്ട് എടുത്തിട്ടുണ്ട്. അന്നും എടുത്തിട്ടുണ്ട്, ഇന്നും എടുത്തിട്ടുണ്ട്, നാളെയോ തന്നെ എടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കേൾക്ക്, ഇവിടെ ഇപ്പൊ വലിയ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർ വർഗീയതക്കെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആര് ഈ പറയുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് 2 ആഴ്ച മുമ്പേ പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്തേ ഒരു അക്ഷരം ഉണ്ടാകുന്നത്? എന്തേ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? കോൺഗ്രസിന്റെ നിലപാട് അതാണ്. കോൺഗ്രസിന്റെ നിലപാട് വർഗീയതക്ക് അനുകൂലമാണ്. നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ സ്വീകരിച്ചോ ഇല്ലോ എന്നുള്ളതല്ല. അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വർഗീയ വിഭാഗമാണോ? പറയട്ടെ VD സതീശൻ അല്ലാന്ന് പറയട്ടെ. എന്നാലും നേരത്തെ ഇല്ല പറഞ്ഞത് ഉരുണ്ടു, പറഞ്ഞത് അവിടെ നിന്നില്ല. അവരവരുടെ വർഗീയ സ്വഭാവം ഉപേക്ഷിച്ചു പറഞ്ഞപ്പോ ഉപേക്ഷിച്ചു അവർ പറഞ്ഞപ്പോ വർഗീയ സ്വഭാവം അവർ പിന്നെ വർഗീയത എന്ന് പറയില്ലല്ലോ. ഞങ്ങൾ ഇസ്ലാമിക സംവിധാനം എന്ന് തന്നെയാണ് അവരിപ്പോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇയാൾ പറഞ്ഞാൽ മാത്രം മതിയാവോ? ഒരു മനുഷ്യൻ പറഞ്ഞാൽ മാത്രം അത് മാറുമോ? പക്ഷേ ഒരു ചോദ്യം മാഷേ, കോൺഗ്രസ് അവരുടെ നിലപാട് സ്വീകരിക്കട്ടെ, CPM അത് പറയാം. അങ്ങനെ സ്വീകരിക്കണ്ട. കോൺഗ്രസ് അങ്ങനെ തോന്നിയ പോലെ നിലപാടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയണം. ഞങ്ങൾ വർഗീയവാദികൾ ഒരുപാട് ഒപ്പം ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പറയട്ടെ. അത് നിങ്ങൾ പറയിപ്പിക്കാതെ. ശരി. അപ്പോ ഈ പ്രതിപക്ഷം ഈ SDP BJP ഡീൽ എന്നൊക്കെ പറയുന്നത് തോന്നിയാസം പറയാം ഇനി അതിന് ഡീലൊന്നും അല്ല ഈ പേര് പറയാം. യഥാർത്ഥ തോന്നിയാസമാണ്, ശുദ്ധ അസംബന്ധം പ്രഖ്യാപിക്കുക. അതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. RSSഉം അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ളവരും എല്ലാമായിട്ട് ഡീലാണ് എന്ന് അവർ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾക്കറിയാം വർഗീയതയ്ക്കെതിരായിട്ട് ഇന്ത്യയിലും കേരളത്തിലും ശക്തിയായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനം CPIM ആണ്. ഇവരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴൊന്നുമല്ല, പതിറ്റാണ്ടുകളായിട്ട്. ഈ RSS ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വർഗീയ സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ വിഭജനവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും ഭീകരവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് അതിശക്തിയായിട്ട് ഏറ്റുമുട്ടിയിട്ട് വന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം ഞങ്ങൾ തുടർന്ന് മുന്നോട്ടേക്ക് പോകും, ഇനിയും മുന്നോട്ടേക്ക് പോകും. മറ്റാരുണ്ട് LDF അല്ലാതെ?